നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 4 കഴിഞ്ഞല്ലോ. ഓരോ മാച്ച് ഡേ കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ പ്രഡിക്ഷൻ എന്ത് പറ്റി എന്നുള്ളത് പരിശോധിക്കാറുണ്ട്. അപ്പോൾ മാച്ച് ഡേ 4 പ്രഡിക്ഷൻ കഴിയുമ്പോൾ പ്രവചന സിംഹമാണോ അതല്ല മാൻഡ്രേക്കാണോ നോക്കാം. നമുക്ക് നമ്മുടെ ആദ്യ കളി ആഴ്സണൽ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോരാട്ടം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിരുന്നത് ആഴ്സണൽ വിജയിക്കുമെന്നാണ്. അത് തന്നെ സംഭവിച്ചു. പക്ഷേ സ്കോർ ലൈനിൽ ചെറിയ മാറ്റം. ആഴ്സണൽ 2-0 വിജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തെങ്കിൽ ആഴ്സണൽ ഒന്നുകൂടി ഗംഭീരമാക്കി 3-0 വിജയമാണ് അവിടെ സ്വന്തമാക്കിയിരുന്നത്. അടുത്ത കളി ബേൺമൗത്ത് വേഴ്സസ് ബ്രൈറ്റൺ. നമ്മുടെ പ്രഡിക്ഷൻ എന്താണെന്നറിയാമോ? 2-1 ബേൺമൗത്ത് ജയിക്കുമെന്നാണ്. കളിയിൽ സംഭവിച്ചതോ 2-1 ബേൺമൗത്ത് ജയിച്ചത്. നമ്മുടെ പ്രഡിക്ഷൻ, റിസൾട്ടും സ്കോർ ലൈനും ഒരുപോലെ ശരിയായി. യെസ്, അതാണ് ആ ഒരു രണ്ടാമത്തെ കളി സംഭവിച്ചത്. പിന്നെ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് സണ്ടർലാൻഡ് മത്സരം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് ക്രിസ്റ്റൽ പാലസ് 2-1 ജയിക്കുമെന്നാണ്. കളിയുടെ റിസൾട്ട് ഗോൾ രഹിത സമനിലയായിരുന്നു. എവേർട്ടൺ വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് സമനിലയാകുമെന്നാണ്. അത് തന്നെ സംഭവിച്ചു, സമനില. പക്ഷേ സ്കോർ ലൈൻ വ്യത്യാസമുണ്ട്. നമ്മൾ 1-1 സമനില പ്രിഡിക്റ്റ് ചെയ്തെങ്കിൽ കളിക്കളത്തിൽ സംഭവിച്ചത് ഗോൾ രഹിത സമനിലയാണ്. അടുത്ത മത്സരം ഫുൾഹാം വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ്. നമ്മൾ പറഞ്ഞു ഫുൾഹാം വിജയിക്കുമെന്ന്. അത് തന്നെ സംഭവിച്ചു. ഫുൾഹാം വിജയിച്ചിരിക്കുന്നു. മാർജിൻ സെയിമാണ്, പക്ഷേ സ്കോർ ലൈൻ വ്യത്യാസമാണ്. ഒറ്റ ഗോളിനാണ് ആ ഒരു വിജയം ഫുൾഹാം നേടിയത്. സ്കോർ ലൈൻ 2-1 എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതെങ്കിൽ കളിക്കളത്തിൽ സംഭവിച്ചത് 1-0. ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് വോൾസ് മത്സരം നമ്മുടെ പ്രഡിക്ഷൻ എന്തായിരുന്നെന്ന് അറിയാമോ? ന്യൂകാസിൽ വിജയിക്കും. അത് തന്നെ സംഭവിച്ചു. ന്യൂകാസിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷേ മാർജിൻ വ്യത്യാസമുണ്ട്. നമ്മൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ന്യൂകാസിൽ വിജയിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്തു. പക്ഷേ സംഭവിച്ചത് ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ്. വെസ്റ്റ് ഹാം വേഴ്സസ് ടോട്ടനം മത്സരം നമുക്ക് അമ്പാടെ തെറ്റിപ്പോയി. 1-1 സമനിലയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത്. പക്ഷേ ടോട്ടനം അവരുടെ മികവ് തുടരുന്നു. ടോട്ടനം ഈ കളിയിൽ മികച്ച രൂപത്തിൽ തന്നെ വിജയിച്ച് കയറി ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമായിരുന്നു അവർ സ്വന്തമാക്കിയത്. ബ്രെൻഫോർഡ് വേഴ്സസ് ചെൽസി പോരാട്ടം നമ്മൾ ലോക ചാമ്പ്യന്മാരായ ചെൽസി അവരുടെ മികവ് ഒരിക്കൽ കൂടി പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ 3-1 ചെൽസി ജയിക്കുമെന്ന് പറഞ്ഞു. കാര്യമാകെ തകിടം പറഞ്ഞെന്നല്ല, ചെൽസി വിജയിച്ചില്ല. 2-2 സമനിലയാണ് ബ്രെൻഫോർഡിനോടുണ്ടായത്. ലിവർപൂൾ വേഴ്സസ് ബേൺലി. മിന്നി കത്തിക്കളിക്കുന്ന ലിവർപൂൾ ബേൺലിയെ ചുട്ട് ചാമ്പലാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. 4-0 ലിവർപൂളിൻ്റെ ജയം. പക്ഷേ ലിവർപൂൾ അവസാനം ലഭിച്ച ഒരു പെനാൽറ്റിയിൽ അങ്ങ് ഒറ്റ ഗോളിന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സിറ്റി വേഴ്സസ് യുണൈറ്റഡ്. എന്താ പ്രഡിക്ഷൻ? സിറ്റി ജയിക്കുമെന്ന്. റിസൾട്ടോ സിറ്റി ജയിച്ചു. പക്ഷേ മാർജിനിൽ വ്യത്യാസമുണ്ട്. 2-1 സിറ്റി ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. യുണൈറ്റഡിൽ നിന്നൊരു പോരാട്ടം പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചില്ല. കളിക്കളത്തിലുണ്ടായത് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സിറ്റിയുടെ വിജയമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഡിക്ഷനുകൾക്ക് സംഭവിച്ചത്. ഏറെക്കുറെ റിസൾട്ടുകൾ ശരിയായിട്ടുണ്ട്. പക്ഷേ സ്കോർ ലൈൻ വ്യത്യാസമുണ്ട്. അതിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 90 മിനിറ്റ് എന്ത് നടക്കുന്നു എന്നുള്ളത് ടൈം ട്രാവൽ ചെയ്തപ്പോൾ നോക്കി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ടീമുകളുടെ ശക്തിയും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്യാം. അത് ഏറെക്കുറെയൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തീരുമാനിച്ചോ, പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.